മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, യാ റസൂലല്ലാഹ്, അങ്ങനെ ഒരു ദിവസവും ഇടപെടാതെ അങ്ങയുടെ മേലെ 10 സ്വലാത്ത് പതിവാക്കുന്ന ഒരു മനുഷ്യൻ, അതാ അയാളെ റൂഹിനെ ഞാൻ എങ്ങനെയാണ് പിടിക്കുക എന്നറിയോ നബിയേ? അമ്പിയാക്കളെ റൂഹ് പിടിക്കും പോലെ ഞാൻ അയാളെ റൂഹിനെ പിടിക്കുക യാ റസൂലല്ലാഹ് എന്ന് മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാം പറയുമ്പോ കഴിവിന്റെ പരമാവധി മാണിക്കക്കല്ലിന്റെ മേലെ സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ, മാണിക്കക്കല്ലുമായുള്ള ബന്ധം സ്ഥാപിക്കാൻ എന്റെ സഹോദരികളെ സന്നദ്ധരാവലോടൊപ്പം അള്ളാഹുവിന്റെ ദീന നമ്മളെ പഠിപ്പിക്കുകയാണ്. കിടക്കാ സമയത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് ഉറങ്ങണേ എന്നാമത്തെ നബിയുടെ ശഫാഅത്ത് ഉറപ്പാ. പിന്നെ ആയിഷ ബീവിയോട് അല്ലാഹുവിന്റെ പ്രവാചകരെ പറഞ്ഞ മറ്റൊരു കാര്യമാണ്, ആയിഷ എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്ത് ഉറങ്ങണം. ആയിഷ എല്ലാ ദിവസവും ഹജ്ജും ഉംറയും ചെയ്ത് ഉറങ്ങുക, അതെങ്ങനെ കഴിയണ കാര്യമാണോ? അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, കിട്ടു ആയിഷ ഉറങ്ങാൻ നേരത്തെ സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന് കിടക്കാൻ സമയത്ത് നിനക്ക് കഴിയുന്നത്ര ചൊല്ലി കിടന്നാൽ നിനക്ക് ഹജ്ജും ഉംറയും ചെയ്ത കൂലി അല്ലാഹു തരുമെന്ന് മാണിക്കക്കല്ലായ ശഫീഉനാ റസൂലുള്ളാഹി. എത്ര ചെറിയ 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 കർമ്മങ്ങളെ കൊണ്ട് നമ്മളെ റബ്ബ് ആഖിറ ലോകത്തിന്റെ എന്റെ അടിമ ഇടങ്ങാറാകരുത് എന്ന റബ്ബിന്റെ ലുത്ഫ് നോക്കി നിങ്ങൾ. അള്ളാഹുവിന്റെ ദീന്, അള്ളാഹുവിന്റെ പ്രവാചകര് നമ്മളോടുള്ള ഒരു കൃപ നോക്കണം. ആഖിറത്തിൽ നമ്മൾ ഇടങ്ങാറാകാൻ പാടില്ല. അതിനുള്ള വഴികളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. കാരണം മുൻഗാമികൾ 950 ഇസ്ലാമിക പ്രബോധനത്തിൽ മഹാനായ നബിയുല്ലാഹി നൂഹ് അലൈഹിസ്സലാം അത്ര ആയുസ്സൊന്നും നമുക്കില്ല. നമുക്ക് കയറി വന്ന മാബൈന 60 വസബീൻ 60 70 അല്ലേ? അത് കഴിഞ്ഞാൽ കട്ടോട്ടമ്മ കൂടി ഫയർ എഞ്ചിൻ വേണം അങ്ങനെ പോകും അരിച്ചുകൊണ്ടും കൊക്കിക്കൊണ്ടൊക്കെ ആയിട്ടല്ലേ. 100 കഴിഞ്ഞാൽ അവന്റെ കഥ കഴിഞ്ഞു. പിന്നെ അവന്റെ ഫോട്ടോ പത്രത്തിലുണ്ടാവും. അവന്റെ ഫോട്ടോ അങ്ങനെ കൊടുത്തിട്ട് ഇതാ ഇയാൾക്ക് 100 കഴിഞ്ഞിരിക്കുന്നു, ഈ സാധു ഇസ്രായേൽ മറന്നിച്ചിരിക്കുന്നു, അവന്റെ കഥ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ മക്കളും പേരെ കുട്ടികളും കട്ട് ചെയ്യാൻ കാത്തു കിടന്നതിന്റെ അർത്ഥം. ആ കോലത്തിലെ മനുഷ്യന്റെ കഥ. പക്ഷെ അത് മതി, നമുക്ക് ഒരുപാട് വാരിക്കൂട്ടാൻ അവസരമുണ്ട്. റബ്ബിന്റെ മുമ്പിൽ രാജകീയ പ്രൗഢിയോടെ രക്ഷപ്പെടാനുള്ള സംവിധാനം പടച്ചോൻ ഒരുക്കി തന്നിട്ടുണ്ട്. വാരിപ്പുണരാനുള്ള മനസ്സ് കാണിക്കണം, വാരിപ്പുണരാനുള്ള മനസ്സ് കാണിക്കണം സഹോദരങ്ങളെ, സഹോദരിമാരെ. മാത്രമല്ല നിങ്ങൾ ആലോചിക്കണം, അല്ലാഹുവിന്റെ പ്രവാചകരെ പറയുകയാണ്, ലോകത്തുള്ള മുഅ്മിനീങ്ങളെ മുഴുവനും ദുആ നേടിക്കൊണ്ടാണ് നീ ഉറങ്ങേണ്ടത് ആയിഷ. ലോകത്തുള്ള സകല മഹാന്മാരുടെയും പ്രാർത്ഥനക്ക് നീ വിധേയരാവണം. അതിന് വേണ്ടി നീ ചെയ്യേണ്ടത് കിടക്കാൻ നേരത്ത് അല്ലാഹുമ്മ اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات എന്ന് പറയുന്ന ദുആ ലോകത്തുള്ള മുഅ്മിനീങ്ങൾക്ക് മുഴുവനും ദുആ ചെയ്തുകൊണ്ട് നീ ഉറങ്ങുമ്പോ മുഴുവൻ ആളുകളുടെയും ദുആക്ക് നീ പാത്രീഭൂതയാവുകയാ. ഞാൻ പറയുന്നത് ചെറിയ ചെറിയ കർമ്മങ്ങൾ കൊണ്ട് പോലോ വലിയ വലിയ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അവസരങ്ങളാണ് ഖാലിഖായ റബ്ബ് നമുക്ക് ഒരുക്കി തന്നതെങ്കിൽ എന്റെ സഹോദരങ്ങളെ, സഹോദരികളെ, തെറ്റുകളിലേക്ക് കുറ്റങ്ങളിലേക്ക് പോകാതെ കഴിവിന്റെ പരമാവധി ഇത്തരം നന്മകൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ട് ആഖിറ ലോകം ആനന്ദപൂരിതമാക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കണം കേട്ടോ. നാളെ മഹ്ശറ ലോകത്ത് നിങ്ങൾ ആലോചിക്കണം, മഹ്ശർ സിറാത്ത് പാലം അത് മുടിയേക്കാൾ നൈസാണ്, വാളിനേക്കാൾ മൂർച്ചയേറിയതാണ്. 3000 കൊല്ലത്തെ വൈദൂരമാണ് സിറാത്ത് പാലം. അല്ലാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. 3000 കൊല്ലത്തെ വൈദൂരമാണ് സിറാത്ത് പാലം. എന്നാൽ നല്ല ആണേ പെണ്ണേ, മുസ്ലിമേ മുസ്ലിമത്തെ, മുഅ്മിനായി ജീവിക്കുമോ മുഅ്മിനത്തായി ജീവിക്കുമോ, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിതം നന്നാക്കുമോ? എന്നാൽ ഈ 3000 കൊല്ലത്തെ വൈദൂരമുള്ള സിറാത്ത് പാലം മസ്ജിദ് എത്രത്തോളം അതൊക്കെ കതിരിറക്കട്ടെ. അല്ലാഹുവിന്റെ ദീന് പറയാണ്, ഒരു മിന്നറിയും വേഗതയിലാണ് നാളെ മഹ്ശറ ലോകത്ത് ആ സിറാത്ത് പാലം അവരെ കടക്കേണ്ടി വരിക. അവിടെ പോലും നിനക്ക് വിഷമമില്ല. 500 കൊല്ലത്തിലേറെ നിൽക്കേണ്ട മഹ്ശറ ലോകമുണ്ടല്ലോ, ആ മഹ്ശറ ലോകമോ സ്വലാത്തിൽ മക്തൂബ 2 റക്അത്ത് ഫർള് നിസ്കരിക്കുന്ന സമയമേ നിനക്ക് വേണ്ടു. അപ്പോഴേക്ക് നിന്റെ മഹ്ശറയിലുള്ള എല്ലാം തീർന്ന് നീ സന്തോഷവാനായ മഹ്ശറയിൽ മാറുമെന്ന് മുഹമ്മദ് മുസ്തഫ. ഈ ലോകം കൊണ്ട് കഴിഞ്ഞാ പിന്നെ രസ അല്ലാഹു നമുക്ക് ആ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഈ താൽക്കാലികമായ ലോകം കഴിഞ്ഞ് നമ്മളെ യഥാർത്ഥ ലോകമാകുന്ന ആഖിറ ലോകം അത് ആഹ്ലാദത്തിന്റെ ലോക, നല്ലവരായാൽ അത് സന്തോഷത്തിന്റെ ലോക. അതുകൊണ്ടാണ് ഈ ഭൂമി ലോകത്ത് സാഹസങ്ങൾ വന്നിട്ട് പോലും പ്രശ്നമില്ല എന്ന് മുൻഗാമികൾ ചിന്തിച്ചത്. ശരീരം ഇഞ്ചിഞ്ചായി മുറിക്കപ്പെടുന്ന സമയത്ത് പോലും പ്രശ്നമില്ല പഠിച്ചോനെ എന്ന് മുൻഗാമികൾ ചിന്തിച്ചത്. അവർക്ക് യാതൊരു പ്രയാസമില്ല. കാരണം എന്താ? വരാനുള്ള ലോകം അത് ദുഃഖമില്ലാത്ത ലോകമാ. അത്ര വലിയ രസമുള്ള ലോകം വേറല്ല. ആ ലോകത്ത് ആനന്ദം ലഭിക്കാനുള്ള ഏറ്റവും വലിയ
വഴി ഇവിടെ കുറച്ച് സാഹസപ്പെട്ടാലും വിരോധമില്ല, ഇവിടെ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിച്ചാലും പ്രയാസമില്ല, ഇവിടെ കുറച്ച് കഷ്ടപ്പെടേണ്ടി വന്നാലും പ്രശ്നമില്ല, എനിക്ക് എന്നെന്നുമുള്ള സുഖം ലഭിക്കണമെന്ന് കരുതി ഈ ഭൂമി ലോകത്ത് എല്ലാം ത്യജിച്ചുകൊണ്ടാണ് അവരെ ജീവിച്ചത്. ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല സഹോദരങ്ങളെ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മഹദിയായ ബീവി ആസിയ എത്ര പ്രതിസന്ധികളാ മഹദി അവർക്ക് സഹിക്കേണ്ടി വന്നത്. അവസാനം അധികാരിയാകുന്ന ഫിറഔന് മഹദിയായ ആസിയ ബീവിയോട് പറഞ്ഞു, ആസിയ നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറുമോ? എങ്കിൽ നിനക്ക് രക്ഷപ്പെടാം. ആസിയ പറഞ്ഞു, മാറില്ല. ഇന്നല്ലെങ്കിൽ നാളെ നശിക്കേണ്ട ദുന്യാവിന്റെ സുഖത്തിന് വേണ്ടി ശാശ്വതമായ ലോകം തകർക്കണമെന്നാണടാ ഫിറഔനെ നീ പറയുന്നത്. എനിക്ക് എന്റെ റബ്ബ് മതിയടാ. ആസിയ ബീവി അധികാരിയായ ഫിറഔനെ ചാട്ടുവാറ് കൊണ്ടടിക്കുകയാണ്. അടിയേറ്റടിയേറ്റ മാംസം പുറത്തേക്ക് തെറിക്കുകയാണ്. മാംസം ഇങ്ങനെ പുറത്തേക്ക് തെറിച്ച് മഹദി അവറുകൾ ഇങ്ങനെ കിടന്ന് പിടയുമ്പോ ഫിറഔനദാ മഹിളയെ കൊണ്ടുപോയിട്ട് ശക്തമായ ചൂടുള്ള മണലിൽ കിടത്തുകയാ. അടിയേറ്റുകൊണ്ട് പൊട്ടിയിട്ട് ശരീരം പൊട്ടി മാംസം പുറത്ത് വന്ന പുറം ഭാഗമില്ലേ, ആ മാംസം പൊട്ടി മുറിവായ ഭാഗത്തിലൂടെ ശക്തമായ മണലിന്റെ ചൂടിങ്ങനെ തുളച്ച് കയറുമ്പോ മഹദി അവറുകൾ മണലിൽ കിടന്നിങ്ങനെ പിടപിടക്കുമ്പോ ഫിറഔന് പറഞ്ഞു, പിടക്കണ്ട ഫാത്തിമ, പിടക്കണ്ട മോളെ പെണ്ണേ ആസിയ, നീ നിന്റെ വിശ്വാസത്തിൽ നിന്ന് മാറിയാൽ മതി. പിടക്കുമ്പോഴും മഹദി അവറുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ സ്വർഗം, അല്ലാഹുവിന്റെ മഹ്ശറ, അവിടുത്തെ വിജയമാണ് എനിക്ക് വലുത്. അതോടുകൂടെ ധിക്കാരിയായ ഫിറഔനദാ ഒരു വലിയ പാറക്കല്ല് പൊക്കിക്കൊണ്ടുവരികയാ. ഒരു വലിയ പാറക്കല്ല് പൊക്കിക്കൊണ്ടുവന്നിട്ട് മഹദിയായ ആസിയായുടെ നെഞ്ഞത്തങ്ങ് വെക്കുകയാ. അതോടുകൂടെ പുറം ഭാഗം എന്നെ ചലിപ്പിക്കാൻ മഹദിക്ക് കഴിയുന്നില്ല. പക്ഷേ ശക്തമായ ചൂടല്ലേ, ചൂടതാ ശരീരത്തിലൂടെ തുളച്ച് കയറുമ്പോ ആസിയ ബീവി തലയിട്ടിങ്ങനെ അടിക്കുകയാണ്. തലയിട്ടടിക്കുമ്പോ അധികാരിയായ ഫിറഔന് വലിയ പാറക്കല്ല് മറ്റൊന്ന് പൊക്കുകയാണ്. ആ പാറക്കല്ലുമായി മഹദിയായ ആസിയ ബീവിയുടെ പിടക്കുന്ന തലയുടെ ഭാഗത്ത് വന്നിട്ട് തലപൊക്കിയിട്ട് പറഞ്ഞു, ആസിയ നിനക്ക് സുഖമായ ജീവിതം ഞാൻ തരാ, നീ അല്ലാഹുവിനെ ഒഴിവാക്കണം ആസിയ. ജീവനോടുകൂടെ കല്ലിടാൻ വരുന്ന ഫിറഔനെ കണ്ട് ആസിയ ബീവി പറഞ്ഞുവിടാ, താൽക്കാലികമായ ഈ ദുനിയാവിൽ ഞാൻ എന്റെ രാജനായ റബ്ബിനെ മറന്നു എന്നെന്നുമുള്ള ആഖിറം തകതുലക്കണമെന്നാണോ? ഇല്ല. അല്ലാഹു അഹദ്. മഹദി അവർകളതാ അല്ലാഹുവിൽ തവക്കുലാക്കുമ്പോ പെട്ടെന്ന് പടച്ച തമ്പുരാൻ മഹദിയായ ആസിയ ബീവിയുടെ മുമ്പിൽ സ്വർഗം ഇങ്ങനെ പ്രദർശിപ്പിക്കുകയാ. ആസിയ ബീവി സ്വർഗം ഇങ്ങനെ കാണുകയാണ്. അതിലുള്ള ആനന്ദകരമായ കാഴ്ചകളാണ്, അതിലുള്ള കൊട്ടാരങ്ങളെ കാണുമ്പോ ആസിയ ബീവി കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയുന്നു, അല്ലാഹുവേ ഈ കാണുന്ന സ്വർഗത്തിന്റെ ഒരു റൂം എനിക്ക് തരുമോ റബ്ബേ, ഒരു കൊട്ടാരം എനിക്ക് തരുമോ റബ്ബേ? എന്നാൽ എനിക്ക് എന്റെ മരണം പ്രശ്നമല്ല നാഥാ എന്ന് യജമാനനായ റബ്ബിനോട് ദുആ ചെയ്ത് എന്നിട്ട് പറഞ്ഞ, ഈ കാണുന്ന സ്വർഗം എനിക്ക് തരുമെങ്കിൽ ഇവന്റെ കല്ലെന്ത പ്രശ്നമാ അല്ലാ, ഇവന്റെ ചട്ടവേറെന്ത പ്രശ്നമാ നാഥാ, ഇവന്റെ ശത്രുതയും ഒരു പ്രശ്നവുമല്ല റബ്ബേ, എനിക്ക് ഈ സ്വർഗം തരുമോ? എനിക്ക് ഈ സ്വർഗത്തിന്റെ ആനന്ദം കിട്ടുമോ? ഇത് തരുമെങ്കിലല്ല ഇവന്റെ കല്ലിട്ടിട്ട് ഞാൻ മരിക്കണ്ട നാഥാ, എന്റെ റൂഹിനെ പിടിച്ചോ അല്ലാ. അല്ലാഹു അതാ ഫിറഔനിന്റെ കല്ല് തലയിലേക്ക് വരുന്നതിന്റെ മുമ്പ് ആസിയ ബീവിയുടെ റൂഹിനെ പിടിക്കുകയാ. ആസിയ ബീവി ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ച് മരിക്കുകയാ. മരിച്ച മയ്യത്തിന്റെ മേലെയാണ് ഫിറഔനെ കല്ലിട്ട് തല ചതച്ച് അരിശം പൂത്തുന്ന ചരിത്രം പറയുമ്പോ അവരൊക്കെ ആഖിറം നേടിപ്പോയി, അവരൊക്കെ മഹ്ശറിൽ സന്തോഷം നേടിപ്പോയി, അവരൊക്കെ മഹ്ശർ ആഹ്ലാദത്തിന്റെ ലോകമായി മാറ്റിപ്പോയി. ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്റെ യുവാക്കളെ, എന്റെ യുവതികളെ, രക്ഷിതാക്കളെ, ഉമ്മ, അവരൊക്കെ പോയ ലോകത്തേക്ക് പോകണ്ടേ? പറയുന്ന പാവപ്പെട്ട എനിക്ക്, കേൾക്കുന്ന പാവങ്ങളായ നമുക്ക് നമ്മളെ കയ്യിൽ എന്ത് സമ്പാദ്യമാ? അതുകൊണ്ടൊന്ന് തീരുമാനിക്കുക, അല്ലാഹുവേ നീ ഇഷ്ടപ്പെട്ടത് മാത്രമേ ഞാൻ ജീവിതത്തിൽ പകർത്തുന്നതാ, ഞാൻ ഇഷ്ടപ്പെടാത്ത വഴികളിലേക്ക് പോകില്ല അല്ലാ. അറിയാതെ നമ്മളെ ജീവിതത്തിൽ വരുന്ന അപാകതകളില്ലേ, മാപ്പിരുന്നുകൊണ്ട് റബ്ബിലേക്ക് തിരിച്ചു പോകാൻ ഞാനും നിങ്ങളും സന്നദ്ധരാവുകയും
അള്ളാഹു പൊരുത്തപ്പെടുന്ന നല്ല നല്ല കാര്യങ്ങളോട് താല്പര്യമുള്ളവരും മനസ്സ് മരണം വരെ കാത്തു സൂക്ഷിക്കുകയും ചെയ്ത് റബ്ബിന്റെ ലുത്ഫ് കൊണ്ട് അള്ളാഹുവിന്റെ കൃപ കൊണ്ടെങ്കിലും ആഖിറലോകത്ത് രക്ഷപ്പെടാൻ ശ്രമിക്കുക സഹോദരങ്ങളെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ ഭാരമായ അനുഗ്രഹത്താൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടി അൽഹംദുലില്ലാഹ് നാളെ ഇവിടെ ആംബുലൻസ് സമൂഹത്തെ നാടിന് ആംബുലൻസ് സമർപ്പിക്കുകയാണെന്ന് അറിയാൻ കഴിഞ്ഞു. സന്തോഷമുണ്ട്. അള്ളാഹു അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച മഹല്ല് കമ്മിറ്റി ഭാരവാഹികൾ, അതിലേക്ക് സാമ്പത്തികമായി സഹായിച്ചവർ എല്ലാവരെയും അള്ളാഹു സഹായിക്കട്ടെ. നന്മ നിറഞ്ഞ ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളുമായി മഹാനായ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഈ മഹല്ല് കമ്മിറ്റി സന്തോഷത്തോടു കൂടെ മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. അള്ളാഹു ഈ നാട്ടിൽ ബർക്കത്ത് നൽകുമാറാവട്ടെ. ഒത്തൊരുമിച്ച് നിൽക്കണം എൻ്റെ രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഒരുമയോടെ നിൽക്കണം. അഭിനന്ദനായ ഉസ്താദ് അവർ അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് കാലം ഈ നാട്ടിൽ ദർസ് നടത്താനും ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനുമുള്ള ദീർഘായുസ്സും ആഫിയത്തും അള്ളാഹു ബഹുമാനപ്പെട്ട ഉസ്താദിന് നൽകി അനുഗ്രഹിക്കട്ടെ. ആ ഉസ്താദിന്റെ വാക്കുകൾ സ്വീകരിച്ച് അനുസരണത്തോടെ അച്ചടക്കത്തോടു കൂടെ അദ്ദേഹത്തിന്റെ പിന്നിൽ കമ്മിറ്റി ഭാരവാഹികളും നാട്ടുകാരും ഒരുമയോട് കൂടെ നിന്ന് ഖൈറിന് വേണ്ടി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഒരുമ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മനസ്സുകൾക്കിടയിൽ സ്നേഹം കാത്തു സൂക്ഷിക്കണം. പരസ്പര വെറുപ്പുകളോ വിദ്വേഷങ്ങളോ നമുക്കിടയിലില്ലാതെ എല്ലാവരും ഒന്നാണെന്നുള്ള മനസ്സോടുകൂടെ സ്നേഹത്തോടുകൂടെ ദീനിന് വേണ്ടി നമ്മൾ ഒത്തൊരുമിക്കുക. അൽഹംദുലില്ലാഹ് സന്തോഷകരമായ ഒരു ദർസ് ഒരുപാട് കാലമായി ദർസിൽ നിലനിന്നുകൊണ്ടിരിക്കുന്നു. അല്ലാഹു ദർസിൽ പഠിക്കുന്ന മക്കളെയൊക്കെ ആലിമീങ്ങളാക്കി കൊടുക്കട്ടെ. ഖൈറിന്റെ അഹ്ലുകാരായി മക്കളെ സഹായിക്കുന്നവരെക്കൊക്കെ അല്ലാഹു പ്രതിഫലം നൽകട്ടെ. അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാരുണ്ട്. ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അതുമായി ദർസുമായി ഇടപഴകുന്ന ഒരാളി എന്നുള്ള നിലക്കാണ് ഞാനത് പ്രത്യേകം നിങ്ങളോട് പറയുന്നത്. എൻ്റെ സഹോദര സഹോദരിമാരെ, ഭക്ഷണം കുട്ടികൾക്കും ഉസ്താദന്മാർക്കും ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ വളരെ താല്പര്യത്തോടു കൂടെ നിങ്ങൾ മുന്നോട്ട് വന്നോളൂ. അതിന് കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഇവിടുന്ന് കിട്ടാൻ, അവിടുന്ന് കിട്ടുന്ന അതിന് കിട്ടുന്ന ഒരു സന്തോഷം വേറെ ഒന്നും ഉണ്ടാവില്ല. ഇൽമിന്റെ അഹ്ലുകാർക്ക് ഭക്ഷണം കൊടുക്കുക എന്നത് വല്ലാത്തൊരു സന്തോഷം. ഇന്ന് അതൊക്കെ എടുത്തുപോയി. ഞാൻ ഇപ്പം ഇതിനടക്കൊരു സ്ഥലത്ത് വയതിന് പോയപ്പോൾ അവിടുന്ന് മുദരിസിനോട് പറയണം, ഉസ്താദ് ഇന്ന് പ്രസംഗത്തിൽ ഈ കുട്ടികൾക്ക് ചെലവ് കൊടുക്കാൻ പറഞ്ഞിട്ടോ, ചെലവ് കൊടുക്കാൻ. എനിക്ക് അത്ഭുതം വന്നുപോയി. ഈ ആ മനുഷ്യന്മാരൊക്കെ, നാട്ടിലുള്ള മനുഷ്യന്മാരൊക്കെ കാറ്റ് മുണുങ്ങണോല, കാറ്റ് വിഴുങ്ങുന്ന മനുഷ്യന്മാരെ. അപ്പൊ എന്താണെന്നറിയാം, നിങ്ങൾ ആളുകൾക്ക് താല്പര്യം, ദീനിനോട് താല്പര്യം, എല്ലാവരും വലിയ നിസ്കാരക്കാരാ, അല്ല നോമ്പേരാ, പക്ഷെ നല്ലതിനോട് താല്പര്യമില്ലാത്തൊരു കാലം, ഖൈറിനോട് താല്പര്യമില്ലാത്തൊരു കാലം ഞാനൊക്കെ ഓർത്തു പോവുകയാണ്. പഴയ ചെറുപ്പത്തിൽ പഠിക്കുന്ന കാലത്തൊക്കെ പഴയ ഉമ്മാർ നല്ല സ്ത്രീകളുണ്ടാവും. ബൈക്കൂടി ഇങ്ങനെ ചോറ് കഴിഞ്ഞ് ഇങ്ങനെ പോകുമ്പോൾ ചില സ്ത്രീകൾ വിളിക്കും, മുലറ്റി ഒന്ന് തന്നാണിയാലോ, ഇവിടെ നല്ല പഴമൊക്കെ പുഴുകി തന്നുകാണ്ട് ഒന്ന് ദ്വാരനാളി അറിയും. അങ്ങനത്തെ ഒക്കെ ഉമ്മാരുണ്ടായിരുന്നു. ഇന്ന് പെരി പോയിക്കാണ്ട് പല നാടുകളിലും, ഇവിടെ അല്ല പല നാടുകളിലും പോയിട്ട് ഒരു മൂലരുട്ടിക്ക് ചെലവ് ഇവിടെ പറ്റുമോ? ഇവിടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല. ഇവരെന്താ കന്നൂട്ടാൻ പോയാ, ഞങ്ങൾ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, അവിടെ തൽക്കാലം വേണ്ട. ഉസ്താദിന് നാളെ അവിടെ ചെലവ്, നാളാക്കണ്ട, അടുത്ത അയച്ചാക്കാം. എന്താണെന്നറിയാമോ, നാളെയാണ് ലോട്ടറി വെക്കണമായിരിക്കും. ഇവിടെ ഈ മൂലയിൽ ടിപ്പിട്ട് അവിടുന്ന് പോകും വേറൊരു വരിക്ക്, നാളെ മൂലയ്ക്ക്, നാളെ ആക്കണം, മറ്റന്നാളാക്കാം. അത് അധികവും പല നാടുകളിലും പറയൽ ആണുങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ആണുങ്ങളാണ് വലിയ വർത്താനം പറയാം. ഇവിടെ അല്ല കേട്ടോ, നല്ല ഉഷാറാ, ഈ മണക്കി കൂടെയൊക്കെ പോവാ, ഇവിടെയൊക്കെ നല്ല ഉഷാറാ. പക്ഷെ ആണുങ്ങൾ ചില ആളുകൾ, ഞാൻ കുട്ടിയോട് പറയില്ല, ഞങ്ങൾ പറയുക വെച്ചാലും പറയാൻ പോകുമ്പോൾ ആളില്ലാത്തപ്പോൾ ഭയം മതി. കാരണം മൂപ്പര് വലിയ ആളെ കണ്ട് മൊത്തം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും. അവരോട് അല്ല നാളെ ഇവിടെ പ്രയാസങ്ങൾ ഇന്നാക്കാം. സ്ത്രീകളോട് പറഞ്ഞാൽ അപ്പം എന്താ നമ്മൾ ഇതാണ് വരില്ല, അപ്പം നമ്മൾ ഇന്ന് കൊടുക്കണമെന്നില്ല. ഉറപ്പം എന്താ? നല്ല മനസ്സുള്ള സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്. ഞാൻ പറയുന്ന എൻ്റെ സഹോദര സഹോദരികളെ, ഇൽമിന്റെ അഹ്ലുകാർക്ക് ഭക്ഷണം കൊടുക്കുന്ന വിഷയത്തിൽ വളരെ താല്പര്യം കാണിച്ചോളി. റബ്ബിന്റെ സഹായം ഒരു സംശയവും വേണ്ട. ഓരോരോ ഒറ്റൊന്നാളെ നിങ്ങൾക്ക് അനുകൂലമായി റബ്ബിന് മുമ്പിൽ സാക്ഷി നിൽക്കും, ഉറപ്പാണ്. ആത്മാർത്ഥമായി സഹിച്ചും ക്ഷമിച്ചും ഇൽമിനെ സഹായിക്കാനും സഹകരിക്കാനുള്ള ഒരു മനസ്സുണ്ടാകണം. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ ഇൽമിനെ സഹായിക്കാനൊക്കെ പറഞ്ഞാൽ ഈമാനുള്ളവർക്ക് കഴിയുള്ളൂ. ഈ കാലത്ത് പ്രത്യേകിച്ച് വല്ലാത്ത ഈമാനുള്ളവർക്ക് മാത്രമേ ഇൽമിനെ സഹായിക്കാൻ കഴിയുള്ളൂ. അല്ലാത്ത പോലെ ഈമാനൊക്കെ തുളുമ്പിപ്പോവും. ചില മനുഷ്യന്മാരെ ഈമാനൊക്കെ തെറിച്ചു പോകും. കാരണം മുത്താലിമീങ്ങളോട് അങ്ങോട്ട് ചാടിയാൽ പ്രശ്നം പറഞ്ഞോളി, ഒന്ന് ഇങ്ങോട്ട് ചാടിയ പ്രശ്നം പറഞ്ഞോളി, ഒന്ന് അങ്ങനത്തെ ചില മനുഷ്യന്മാരില്ലേ, ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ പറയുമ്പോഴേക്ക് മുലകുട്ടികളെ കംപ്ലൈന്റ് പറയുന്ന മനുഷ്യന്മാരൊക്കെ കാണുമ്പോൾ തന്നെ ചില ആളെ കുട്ടികൾ, ചില മനുഷ്യന്മാർ കയറി വരുമ്പോൾ കാണുമ്പോൾ തന്നെ കുട്ടികൾക്ക് ദേഷ്യം പിടിച്ചു, ആ ഇടങ്ങേറി വരുന്നുണ്ട്. അയാൾ ജീവൻ പോകാൻ വേണ്ടി ദ്വാരക്കും കുട്ടികൾ. കാരണം എന്താ, ഈ ചങ്ങായി പള്ളിക്ക് വന്ന കുരക്കൽ എന്നെ കാര്യം പണി, കുട്ടികൾക്കെതിരെ കുരക്കുക, അല്ല എപ്പോഴും തന്നെ ചപ്പാണ്. നേരെ മറിച്ച് എനിക്കുണ്ട് മക്കളും പേരക്കുട്ടികളും, എൻ്റെ മക്കളും പേരക്കുട്ടികളും തെണ്ടി നടക്കുമ്പോൾ ഈ കുട്ടികൾ പഠിച്ചോനെ ഒന്നുമില്ലെങ്കിൽ സൂചു എപ്പോഴെങ്കിലും നിസ്കരിക്കണമെങ്കിലും ഉണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ ആ കുട്ടിയോട് കൃപ ഉണ്ടാവുള്ളൂ. ഇവിടെ നാളെ ഒരാളിനോട് വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഒരു കുട്ടികളെ എന്നോട് പറയട്ടെ, ഒരാൾ മനുഷ്യരെ നിസ്കരിക്കുന്ന ഒരാളിനോട് വന്നിട്ട് കുട്ടികൾ സുജൂദ് ചെയ്യുമ്പോൾ കാല് നിലത്തിട്ടണം ഞാൻ. ഞാൻ അയാളോട് പറഞ്ഞു, ബാക്കിയൊക്കെ തട്ടണുണ്ടോന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു, അൽഹംദുലില്ലാഹ്. കാരണം ഒന്നും തട്ടാത്തിരിക്കണം ഈ കൊടുത്ത് ദർസിലാക്കിക്കണതേ. ഇനി കാലല്ലേ ബാക്കിയുള്ളൂ, ബാക്കിയൊക്കെ തട്ടിയില്ലേ, എന്തിനാ വേചാറാണ്? ഇനി അതുകൊണ്ട് തട്ടിക്ക.
എന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടിന്റെ കാല് കെട്ടുണ്ടോ അതൊക്കെ തട്ടിക്കോളൂ. ഈ മക്കൾ എന്നൊക്കെ പറഞ്ഞ ഇൽമ പഠിക്കാൻ പറ്റുന്ന കുട്ടികളെന്നൊക്കെ പറഞ്ഞ പാവങ്ങളാണ്. അച്ഛങ്ങളെ മേപ്പെട്ട് നോക്കി ആകാശം കീപ്പെട്ട് നോക്കിയാ ഭൂമി ബാപ്പി ഇമ്മയൊക്കെ കുടുങ്ങിയിട്ടടിക്കാൻ ചിലപ്പോൾ കൊടുന്നാക്കിയിട്ടുണ്ടാകുക. ഇതിൻ്റെ അടുത്തൊക്കെ ചില കുട്ടികളെ കൊടുങ്ങാണ്ട് വാപ്പാര് പറഞ്ഞു ഉസ്താദെ ഇവനെ നമ്മുടെ ദർശക്ക് ഓതാനാക്കുക. നമ്മൾ പറയാം അൽഹംദുലില്ലാ ഉസ്താദെ ഇവനെ കൊണ്ട് കുടുങ്ങിക്കണി ഞങ്ങൾ. ഏയ് ഇമ്മയും കുടുങ്ങിക്കണ് ബാപ്പിയും കുടുങ്ങിക്കണ്. അതുകൊണ്ട് ഇനി എന്താ കാട്ടുകയെന്നറിയാം. അതുകൊണ്ട് ഞാൻ വരെ ഓതാൻ കൊടുന്നാക്കുകയാണ്. എന്നതിന്റെ അർത്ഥം എന്നറിയോ? മൗലിയരെ ഞങ്ങൾ കുടുങ്ങിക്കണ് കിടങ്ങ് നിങ്ങളെ തലയിക്കുന്ന ആയിക്കോട്ടെ സാരല്ല. ഒന്ന് സഹിക്കാൻ നമ്മൾ സന്നദ്ധരായ, ഒന്ന് ആത്മാർത്ഥമായി അധ്വാനിക്കാൻ ഉസ്താദും സഹകരിക്കാൻ കമ്മിറ്റിക്കാരും സഹായിക്കാൻ നാട്ടുകാരും സന്നദ്ധരായണ്ടല്ലോ ഈ കുട്ടികളെ പോലെ ഒരു ആനന്ദം വേറുണ്ടാവില്ല. ഇന്നിന്റെ ദർശന പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു യോഗം ഉണ്ടായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുപാട് ഫൈസിമാരും നിസാബിമാരും അഷ്റഫിമാരൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടിയപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു പോയി. കാരണം അവരൊക്കെ 6ാം ക്ലാസ് 5ാം ക്ലാസ് 6ാം ക്ലാസ് ഒക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വന്ന കുട്ടികളാ. അവരെന്ന ഖതീബന്മാരും മുദരിസന്മാരും ഒക്കെ ആയി ജോലി ചെയ്യുക. ബഹുമാനപ്പെട്ട ഉസ്താദുണ്ടല്ലോ ഒരുപാട് ശിഷ്യന്മാർ. അവരൊക്കെ ഇത്ര ഇവിടെ പാഴത്ത് വന്നതാ. നിസ്കരിക്കൽ എങ്ങനെയെന്ന് അറിയില്ല, തലവെക്കൽ എങ്ങനെയെന്ന് അറിയില്ല, ഒതുടുക്കൽ എങ്ങനെയെന്ന് അറിയില്ല, അപാകതകളും പോരാകളുള്ള കുട്ടികൾ. പക്ഷെ അങ്ങനെയൊക്കെ ആയിട്ടും സഹിക്കാൻ ഉസ്താദ് സന്നദ്ധനായി. ത്യാഗം സഹിച്ച് എത്ര അടങ്ങാറായാലും വേണ്ടിയില്ല കുട്ടികൾ പഠിക്കട്ടെ എന്ന് ചിന്തിക്കാൻ കമ്മിറ്റിക്കാർ സന്നദ്ധ കാണിച്ചു. കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമ്പോഴേക്ക് വെച്ചപ്പാടുണ്ടാക്കി ഫിത്തർ ഉണ്ടാക്കിയില്ല. വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ ഉസ്താദിനോട് സ്വകാര്യത്തിൽ ഉസ്താദിനോട് അത് നല്ല മനുഷ്യന്റെ ലക്ഷണ, നല്ല മനുഷ്യന്മാർ ഈമാളുള്ളവന്റെ ലക്ഷണ. ഉസ്താദിനോട് സ്വകാര്യത്തിൽ സാറ് രണ്ടാമത്തെ ആൾ കേട്ടിട്ടില്ല. അല്ലെങ്കിൽ കുട്ടി സ്വകാര്യത്തെ കുട്ടി വിളിച്ചാൽ മോനെ ചാടല്ല ആൾക്കാർ പറയും നല്ല കുട്ടിയല്ലേ. അത് ഈമാനുള്ള മുസ്ലിമിന്റെ ലക്ഷണ. ഷെയ്ത്താന്റെ ലക്ഷണം എന്താണെന്ന് അറിയോ? റോട്ട് മറിയിട്ട് എന്താ ഓലെ ലക്ഷണം ഉണ്ടാക്കുക? അത് ഷെയ്ത്താന്റെ ലക്ഷണം, അത് മനുഷ്യന്റെ ലക്ഷണമല്ല, അത് ഇബ്ലീസിന്റെ ലക്ഷണം. റോട്ടും മറിയിട്ട് ഇങ്ങനെ പറയാറുണ്ട്. നേരെ കുറച്ച് അങ്ങനെ സഹിച്ച് കമ്മിറ്റിയും നാട്ടുകാരും വല്ലാതെ സഹിച്ചു. ജനങ്ങൾ മുഴുവൻ നന്നായി ഭക്ഷണം കൊടുത്ത് റാഹത്തായി വളർത്തി. ഈ കുട്ടി കോളേജിൽ പോയിട്ട് ഇറങ്ങി. നിങ്ങൾ മനസ്സിലായിക്കോളി, കണ്ണടക്കും വരെ ഈ കുട്ടിയുടെ മനസ്സുരുകി അത് നിങ്ങൾ മരിച്ചാലും നിങ്ങൾ ഖബറിലേക്ക് വരും. ഉറപ്പാണ്. മരിച്ചാലും നിങ്ങളെ ഖബറിലേക്ക് ആ കുട്ടിയുടെ ഉണ്ടാവും. വേറെ ഇതൊന്നും വേണ്ട എന്റെ സഹോദര സഹോദരിമാരെ. അതുകൊണ്ട് അൽഹംദുലില്ലാ അനുഗ്രഹീതമായ ഒരു ദറസ് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ എന്റെ ഉമ്മമാരോട് രക്ഷിതാക്കളോട് നാട്ടുകാരോട് പറയുന്നു, സഹിക്കണം, ക്ഷമിക്കണം, കഴിവിന്റെ പരമാവധി സഹായിക്കണം. എന്ത് ത്യാഗം സഹിച്ചും നമ്മളെ നാട്ടിലെ ദർസിനെ പ്രോജ്വലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് തീരുമാനിക്കണം. റബ്ബിന്റെ കാവലുണ്ടാകും. പോരാ, ഈ കുട്ടികൾ ചെല്ലുന്ന ഓരോരോ ദിക്റിന്റെയും കൂലി നിങ്ങൾക്ക് കിട്ടും. ഉറപ്പാ. ഞാൻ വല്ല ഖുർആനും ഓതുന്നുണ്ടെങ്കിൽ, വല്ല നല്ലതും ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നല്ലതിന്റെ കൂലി എന്റെ അമ്മാനേക്കാളും ഉപ്പാനേക്കാളും ആദ്യം കിട്ടൽ എനിക്ക് ഭക്ഷണം തന്ന എന്നെ സഹായിച്ച എന്റെ വീട്ടുകാരെക്കാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്താ അറിയോ? ഒരു ദർസിക്ക് എന്റെ അമ്മയും ബാപ്പയും ദർസിക്കാണ്ട് കൊണ്ടുപോയി ആക്കിയിട്ട് കമ്മിറ്റിക്കാർ സഹിച്ചും ഉസ്താദന്മാർ ക്ഷമിച്ചും നാട്ടുകാരായ ഉമ്മമാര് വളരെ സഹായിച്ചുകൊണ്ടാണ് ഞാൻ എന്റെ അമ്മാക്കുപ്പാക്കും വരാനുള്ള കുട്ടിയായി മാറിയത്. അതുകൊണ്ട് എന്റെ അമ്മാക്കുപ്പാക്കും കിട്ടുന്നതിനേക്കാളും വലിയ കൂലി ആ സഹായിച്ച എന്റെ പാവങ്ങളായ അന്നത്തെ ഉമ്മാനുണ്ടല്ലോ, ചെലവിടിക്കാരായ ഉമ്മ, ആ ചെലവിടിക്കാരനായ ഉപ്പ, മോനെ നന്നായിക്കോട്ടെ മോനെ എന്ന് പറഞ്ഞ് ഞാൻ ചാടിയപ്പോഴും കുരുത്തക്കേട് കളിച്ചപ്പോഴും സാരല്ല എന്ന് പറഞ്ഞു ക്ഷമിച്ച പിതാക്കൾ നിനക്ക് മരിച്ചുപോയ ഖബറിലേക്ക് ഞാൻ ഈ ദുആ ചെയ്യുന്നതിന്റെ ഓരോരോ ഹറഫിന്റെയും കൂലി പോകുന്നുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരാണ്. അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മാക്കും ബാപ്പാക്കും ഉണ്ടാവുള്ളൂ. ഞാൻ പറയുന്നത് അതുകൊണ്ട് എന്റെ സഹോദര സഹോദരിമാരെ, നിങ്ങൾ ആത്മാർത്ഥമായി ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാ സഹായിച്ചതുകൊണ്ടാണ് അഭിമാനകരമായി ഇതിവിടെ നിലനിന്ന് പോകുന്നത്. ഇനിയും നിങ്ങൾ സഹായിക്കുക. ഭക്ഷണം കൊടുക്കാനും ഹൈറായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ താല്പര്യത്തോടു കൂടെ മുന്നോട്ട് വരിക. ഈ നാട് സ്നേഹത്തിലും ഐക്യത്തിലും മുന്നോട്ട് പോകുന്ന നാടാണ്. മാത്രമല്ല നമ്മുടെ ഈ പരിപാടി വിദേശത്തെ പ്രവാസികളായി ഒരുപാട് സുഹൃത്തുക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാ ഒരുപാട് ആളുകൾ വിദേശത്തുണ്ട്. നമ്മളെ ചെറുപ്പക്കാർ ഇത് കാണാൻ ഇവിടെ അവസരം കിട്ടാതെ ഇവിടെ വരാനും ഇതിൽ കൂടാനും വരെ മനസ്സിൽ താല്പര്യമുണ്ട്. പക്ഷേ ജീവിതത്തിൽ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടിയുള്ള തോട്ടത്തിൽ അവർ ഗൾഫിലാണ്, പ്രവാസികളാണ്. സ്വന്തം മാതാവിനെ കാണാതെ, സ്വന്തം പിതാവിനെ കാണാതെ, സ്വന്തം ഭാര്യ മക്കളുടെ മുഖത്തേക്കൊന്നും നോക്കാൻ കഴിയാതെ ഒറ്റപ്പെട്ടവര് പ്രവാസ ലോകത്ത് സാഹസപ്പെടുകയാ. നമ്മൾ അവരെ കുറിച്ച് കരുതി അവർ നല്ല സുഖലോലുപന്മാരാ, അവർ വല്ല സന്തോഷവാന്മാരാ. അല്ലെന്റെ ഉമ്മമാരെ, അല്ലെന്റെ ഭാര്യ സഹോദര സഹോദരികളെ, നിങ്ങളുടെ ഭർത്താക്കന്മാർ പ്രവാസ ലോകത്ത് സാഹസപ്പെടുകയാ, നിങ്ങളുടെ മക്കൾ ഗൾഫിൽ സാഹസപ്പെടുകയാ. എത്ര സമ്പത്ത് അവരെ കയ്യിൽ കുമിഞ്ഞു കൂടുന്നുണ്ടെന്ന് നിങ്ങൾ കരുതിയാലും നിങ്ങൾ ഗൾഫിലുള്ള ഭർത്താവിനെ കുറിച്ച് ഓർക്കണം, ഗൾഫിലുള്ള മക്കളെ കുറിച്ച് ഓർക്കണം, ഗൾഫിലുള്ള ആങ്ങളമാരെ കുറിച്ച് മുപ്പാനെ കുറിച്ച് ഓർക്കണം. അവരൊന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുകയാ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. ഗൾഫിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ കഴിയുന്ന ഒരു സുഹൃത്തിനെ ഞാൻ ഒരിക്കൽ കണ്ടു. ഗൾഫിലേക്ക് പോയപ്പോ ആ സുഹൃത്ത് ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന സന്ദർഭം, ഓപ്പറേഷൻ കഴിഞ്ഞ് പൈപ്പിട്ട് കിടക്കുന്ന സന്ദർഭത്തിൽ പോലും ഒന്നിനും കഴിയാതെ കിടക്കപ്പായിൽ ഇങ്ങനെ ഒറ്റക്ക് കിടന്നു. ഒരു കഞ്ഞി കൊടുക്കാൻ ഭാര്യ കൂടെയില്ല, എന്തേ മോനെ എന്ന് ചോദിക്കാൻ ഉമ്മയില്ല, ഒന്ന് സഹായിക്കാൻ മക്കളൊപ്പമില്ലാതെ ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇങ്ങനെ കിടക്കുമ്പോഴും ഉമ്മ ഗൾഫിൽ
ഗൾഫിൽ നിന്ന് ഫോൺ ചെയ്യുന്നു. എന്താ മോനെ വിശേഷം? ആ ഫോൺ എടുത്തുകൊണ്ട് ഓപ്പറേഷൻ കടന്നിട്ട് പൈപ്പിട്ട് ഇങ്ങനെ കിടക്കുന്ന മകൻ, സുഖം തന്നെയാണ് അമ്മ, എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല, നല്ല റാഹത്ത് തന്നെയാണ് എന്ന് പറഞ്ഞ് ഫോൺ വെച്ച് കണ്ണിൽ നിന്ന് വെള്ളം തുടക്കുന്ന മക്കളാണ് ഗൾഫിലെ പ്രവാസികളായ പാവങ്ങളായ നമ്മുടെ ഭർത്താക്കളും നമ്മുടെ പിതാക്കളും നമ്മുടെ ആങ്ങളമാരും എന്ന കാര്യം നമ്മൾ അറിയണം. അവരനുഭവിക്കുന്ന വിഷമം വരെ നമ്മൾ അറിയിക്കുന്നില്ല, അവരവിടെ സാഹസപ്പെടുകയാ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും നമ്മളെ ഗൾഫിലുള്ള മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഗൾഫിലുള്ള യുവ ഭർത്താക്കന്മാർക്ക് വേണ്ടി സാഹസം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും അവർക്ക് വേണ്ടി നിങ്ങൾ സഹിക്കുകയും വേണം. അവരെ വേദനിപ്പിക്കുന്ന ഒരു പ്രവർത്തനവും നാട്ടിലുള്ള ഭാര്യമാരെ നിങ്ങളിൽ ഉണ്ടാവരുത്. അവരെ മനസ്സിന് പൊരുത്തപ്പെടാത്തൊരു പ്രവർത്തനങ്ങളും നിങ്ങളിൽ ഉണ്ടാകരുത്. ഉണ്ടായാൽ ഗൾഫിൽ നിങ്ങളെ ഭർത്താവ് സാഹസപ്പെടുമ്പോ നിങ്ങൾ ഈ ഭൂമി നാട്ടിൽ അഴിഞ്ഞാടിയാൽ നിങ്ങൾ റബ്ബ് ശിക്ഷിക്കും, ഉറപ്പാണ്. അള്ളാഹു നിങ്ങളെ പിടിക്കും. ഈ ഭൂമിയിൽ അതിനേക്കാൾ ഇരട്ടി നിങ്ങൾ കരയേണ്ട ദുര്യോഗത്തിലേക്ക് റബ്ബ് നിങ്ങളെ എത്തിക്കും. അതുകൊണ്ട് ഗൾഫിലുള്ള നമ്മുടെ ഭർത്താക്കന്മാർ, അങ്ങളമാർ, പിതാക്കൾ, ബന്ധപ്പെട്ടവർ അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുകയും അൽഹംദുലില്ലാ അവരെ ഈ മഹത്തായ പരിപാടിയുമായി ആത്മാർത്ഥമായി സഹായിച്ചും സഹകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അള്ളാഹു അവർക്ക് തക്കതായ പ്രതിഫലം നൽകുമാറാവട്ടെ. അവരെ ജോലിയിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാവട്ടെ. വിസ സംബന്ധമായോ ലേസ സംബന്ധമായോ ജോലി സംബന്ധമായോ കഫീലുമായി ബന്ധപ്പെട്ടോ അർബാബുമായി ബന്ധപ്പെട്ടോ എന്തെങ്കിലും വിഷമം അവർക്കുണ്ടെങ്കിൽ അല്ലാഹുവേ ആ വിഷമം നീ ഒഴിവാക്കി കൊടുക്കണേ തമ്പുരാനെ. വിദേശത്തെ കഷ്ടപ്പെടുന്ന ഞങ്ങളെ കുട്ടികൾക്ക്, സുഹൃത്തുക്കൾക്ക് നീ ഖൈറും ബർക്കത്തും ജോലിയിൽ സന്തോഷവും നൽകണേ തമ്പുരാനെ.